Guys, welcome back to my YouTube channel. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 40 ഗുളികയുടെ വീഡിയോ കേട്ടോ. അതിനകത്ത് ഞാൻ ഫസ്റ്റിൽ ആഡ് ചെയ്യുന്നത് കുറേ ഫോട്ടോസും കാര്യങ്ങളുമാണ്. ഞാൻ തലേദിവസം വീഡിയോ എടുത്തില്ല, അത് കാരണം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിറ്റേന്ന് രാവിലെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തോളൂ. വീഡിയോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അത് കാരണമാട്ടോ. ഞാനിടുന്ന വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കാണും, എന്നാലും ഞാനത് മുൻപോട്ടുള്ള വീഡിയോസിനകത്ത് ശരിയാക്കാൻ ശ്രമിക്കാം. തലേന്ന് ഞങ്ങളെടുത്ത കുറേ ഫോട്ടോസാട്ടോ ഈ ആഡിയിട്ട്. പിറ്റേന്ന് രാവിലെയുള്ള ഫോട്ടോ ഇപ്പോൾ കാണുന്നത്. കുഞ്ഞിനെ കിടത്താനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുങ്ങിയതിന് ശേഷം കുറച്ച് സെൽഫി എടുത്തു. അതും ഇതിൻ്റെ കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുക. എൻ്റെ കുഞ്ഞുമാമാരും കുഞ്ഞുമാടെ മോളും പിന്നെ ഞാനുമാണ് ആ നിൽക്കുന്നത്. ഇതും ഞാനും എൻ്റെ കുഞ്ഞുമാടെ മോളും. ഇതെൻ്റെ മക്കൾ. ഒരാളെ ഒന്ന് എൻ്റെ മോനും ഒന്ന് കുഞ്ഞുമാടെ മോളും. വീണ്ടും എല്ലാവരും എത്തിയിട്ടുണ്ട് ചെറുക്കൻ്റെ വീട്ടിൽ. നമ്മൾ ചടങ്ങുകളൊക്കെ ഇങ്ങനെ തുടങ്ങുവാണ്. ഫസ്റ്റിലെ ചെറുക്കൻ്റെ ഉമ്മയാണ് കുഞ്ഞിന് സ്വർണ്ണം ഇട്ട് കൊടുത്തത്. അതിനുശേഷം രണ്ടാമത് പെണ്ണിൻ്റെ ഉമ്മയാണ് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞിന്. സാധാരണ എപ്പോഴും അവന് കരയാറുള്ളതാണ്. അന്നത്തെ ദിവസം എന്ത് പറ്റിയെന്ന് പറഞ്ഞില്ല. ചടങ്ങ് തീരുന്നതും വരെയും കുഞ്ഞ് കരഞ്ഞതും ഒന്നുമില്ല. നല്ല ഉറക്കമായിരുന്നു. കരയാതൊക്കെ ഇരുന്ന്. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇച്ചിരി കരയാൻ തുടങ്ങി. അതുവരെയും കുഴപ്പമൊന്നുമില്ലാതെ കിടന്നു തന്നു. ഞാൻ എല്ലാവർക്കും ഇടാനൊക്കെ ഉള്ള രീതിയിൽ അവന് കിടന്നു തന്നു. കരഞ്ഞതും ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഓരോരുത്തരായി ഇങ്ങനെ വന്ന് കുഞ്ഞിനിങ്ങനെ സ്വർണ്ണങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം ഇട്ട് കൊടുക്കുന്ന പെങ്ങളാണ് കേട്ടോ. പെങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് കൊടുക്കുന്നത് പെണ്ണിൻ്റെ ആങ്ങളയാണ്. അടുത്തായിട്ട് കൊടുക്കുന്നത് ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ. ഈ ഇട്ട് കൊടുക്കുന്നതും
ചേട്ടൻ്റെ മക്കൾ 2 പേരും ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ബന്ധുക്കളും അയലത്തുകാരും ഒക്കെയാണ് അടുത്തത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ചെറുക്കൻ്റെ ബന്ധുക്കളും അയലത്തുകാരും ഒക്കെയാണ് കേട്ടോ. അതിനുശേഷമാണ് പെൺവീട്ടുകാരിടാൻ തുടങ്ങിയത്. അടുത്ത ഇടാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്, ഉമ്മിച്ചാമ്മ ആണ് അടുത്തത് കുഞ്ഞിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി ഞങ്ങളുടെ പെൺവീട്ടുകാരുടെ ഊഴമാണ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് കൊടുക്കുക. ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നത് ഉമ്മിച്ചാമ്മ ആണ് കേട്ടോ. രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. ഉമ്മിച്ചാമ്മ ഇട്ടിട്ട് അടുത്തത് ഞാനാണ് ഇടാൻ പോകുന്നത്. ഞാനാണിപ്പോൾ വന്ന് അടുത്തത് ഇടാൻ പോകുന്നത്. അടുത്തത് കുഞ്ഞുമ്മ ആണ് ഇടാൻ പോകുന്നത്. അവളിടാൻ പോയപ്പോൾ അവൻ കൈ വലിച്ചു കേട്ടോ. അന്നേരം പിന്നെ എല്ലാവരും കൂടെ കൂടി ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്നിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് എൻ്റെ നാത്തൂനാട്ടോ ഇടാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി ചടങ്ങുകളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഫുഡൊക്കെ വന്നു. ഞങ്ങളിനി അടുത്തത് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം സെറ്റാക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനിയെല്ലാം കൊടുക്കാനുള്ള സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. ഇതിനിടയ്ക്കൂടെ ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ആൾ നല്ല ഉറക്കമാകണ്ടോ. ഇതെല്ലാം ചെയ്തിട്ട് ആളൊന്നും അറിഞ്ഞിട്ടില്ല. ആൾ നല്ല ഉറക്കമാണ്. അതിൻ്റെ ഫുഡ് കൊടുക്കാനുള്ള എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വലിയ അച്ഛ കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ചടങ്ങുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങ് കഴിഞ്ഞിട്ടില്ല. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമേ ഫുഡ് വിളമ്പോ. അടുത്തത് ഫുഡ് വിളമ്പാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഫുഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആരോ ഒന്ന് വന്നു ചടങ്ങ് ചെയ്യാനായിട്ട്. നമ്മളടുത്ത് ചെമ്പ് പൊട്ടിക്കാൻ പോകാം കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല. കഴിച്ചേണ്ടേ നമ്മുടെ ചെമ്പൊക്കെ പൊട്ടിച്ചു. എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാൻ പോവാ. ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോസ് ചെറുക്കൻ്റെ വീട്ടുകാർ കഴിക്കുന്ന എടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഫാമിലി കേട്ടോ. പെണ്ണിൻ്റെ ഫാമിലിയാണ് ഇത് ഈ ഇരുന്ന് കഴിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലീസ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോന് ശേഷം ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ ഉമ്മയുടെയും വാപ്പയും കുഞ്ഞും ഉമ്മയും കൂടെ ഒക്കെ ഇരിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് അവരെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ എടുത്ത ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.